കുതുബിയത്ത് ചൊല്ലുന്ന വ്യക്തി ഉളുണ്ടാക്കി 12 റക്അത്ത് നിസ്കരിച്ചിട്ടാ കുതുബിയത്ത് തുടങ്ങുന്നത്. ഖുർആൻ ഓതുമ്പോ എത്ര വക്തിണ്ടോ? എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ വിളിക്കുന്നത്? രാത്രിയിൽ ആരെയാ വിളിക്കുന്നത്? യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എത്ര വട്ടം വിളിക്കണം? 1000 തവണ വിളിക്കാൻ അവർ സന്നദ്ധരാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പള്ളികളിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പച്ചരംഗം. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹിന്റെ കൂടെ വേറെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അപ്പൊ ഇവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾ അള്ളാഹിനോട് മാത്രമാണല്ലോ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? പേരോട് ഉസ്താദ് സംസാരിക്കട്ടെ, ഇവരെ വലിയ ഷെയ്ഖിനെയാണല്ലോ. പേരോട് ഉസ്താദ് പറയുന്ന ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു. സുന്നികള് മുഴുവൻ അല്ലാഹുമ്മ, അല്ലാഹുവേ 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 എന്ന് മാത്രം പറയുന്നവരാണ്. അപ്പൊ കുത്തുബിയ്യത്തിലൂടെ 1000 തവണ വിളിക്കുന്നത് പിന്നെ ആരെയാ? റിഫായി മാലയിലൂടെ വിളിക്കുന്നത് ആരെയാ? സ്വലാത്ത് വാർഷികത്തിന്റെ പേരിൽ അന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ ആരെയാ? നമ്മൾ പറയണ്ട. ഇവരുടെ എല്ലാ സമസ്തക്കാരും ഒന്നൊരുമിച്ച് നമ്മുടെ മുമ്പിൽ ഇപ്പൊ വരും. ഇവർ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസയല്ല, സഹായതേട്ടമല്ല, പ്രാർത്ഥന തന്നെയാണ്. എന്ത് പേര് വിളിച്ചാലും ശരി, ഇവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നതിന്റെ ചില രംഗങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തതിന് ഏൽപ്പിക്കാനും പറയട്ടെ, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, ഖബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ തങ്ങളെ. ശ്രദ്ധിക്കുക നിങ്ങൾ. ഒരു ഏപ്പിക്കാരന്റെ മജ്‌ലിസിന്റെ പ്രാർത്ഥനയാണ് ഈ മജ്‌ലിസ് ഇജാബത്തുള്ളതാക്കി മാറ്റിത്തരണേ തങ്ങളെ എന്ന് വിളിച്ചു പറയുന്നത്. ഏതോ ജീവിച്ചിരിക്കുന്ന ഖലീൽ തങ്ങളെയല്ല, മരിച്ച് മരണപ്പെട്ട മദീനയിലെ ശറഫാക്കപ്പെട്ട പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചൂണ്ടിയാണ്. തങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണേ, ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ എന്ന് പറയുന്നത്. ഈക്കക്കാരാ ചിരിക്കാൻ വരട്ടെ, ഈക്ക ഉസ്താദ്, ഈക്കയുടെ ശിഷ്യന്മാര് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങയുടെ തിരുതോട്ടമൊന്നു നൽകണേ നബിയേ. സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. കേട്ടല്ലോ സഹോദരങ്ങളെ, സാമ്പിളുകൾ മാത്രം ഇട്ടതാണ്. എത്ര എണ്ണമുണ്ട്. നൗഷാദ് ബാക്കവി ചിറയൻകീഴ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു വലിയ സംവിധാനങ്ങളോടെ പ്രഭാഷണം നടത്തുന്ന നൗഷാദ് ബാക്കവിയുടെ പ്രാർത്ഥന ആരോടായിരുന്നു? മലയാളത്തിലല്ലേ പറഞ്ഞ വാക്കുകൾ? ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുന്ന് വിവിധങ്ങളായ ദർഗകളിലേക്ക് കൊണ്ടുപോയിട്ട് ആരോടാണ്? തങ്ങളെ ഞങ്ങളെ കാക്കണേ, ഉപ്പൂപ്പ ഞങ്ങളെ രക്ഷിക്കണേ, ഉപ്പൂപ്പ ഞങ്ങൾക്ക് നല്ല മരണം തരണേ. എല്ലാം മരിച്ചു കിടക്കുന്ന ഖബറിലുള്ള ഉപ്പൂപ്പാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ബാക്കിൽ നിന്ന് ആമീൻ പറയുന്നൊരു കൗമിനെ ഈ നാട്ടിൽ ഉണ്ടാക്കിയത് APEK സമസ്ത വിജയിച്ചു. നിങ്ങൾക്ക് ഡോക്ടറേറ്റ് തന്നു കഴിഞ്ഞു. വല്ലാത്തൊരു കൗമിനല്ലേ ഉണ്ടാക്കിയത്. സ്വലാത്ത് നഗറിന്റെ ഷെയ്ഖുന ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി, ആ മനുഷ്യന്റെ പേരിൽ ഇബ്രാഹിം ഖലീലൊന്നുമില്ല. അയാൾ ലക്ഷദ്വീപിൽ നിന്ന് വന്നപ്പോ ആ പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുഞ്ഞുക്കോയായിരുന്നു. പിന്നെ പേരിന് ബിരുദുണ്ടെങ്കിലേ നിലപ്പുള്ളൂ, ഷാളും പച്ചക്കുപ്പയും സാധനമൊക്കെ വേണല്ലോ. അങ്ങനെ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി എന്നൊക്കെ ഇട്ടു. എന്നിട്ട് ബദരീങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരാ ഉള്ളത്? അല്ലാണ്ട് മനുഷ്യ. ഏത് അല്ലാന്നറിയോ? ബദറിന്റെ രണഭൂമിയിൽ ബദരീങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചൊരല്ലാഹ്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ.
നിങ്ങൾ ബദറിന്റെ സമയത്ത് അള്ളാനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, ബദരീങ്ങൾ അള്ളാനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനക്ക് അള്ളാഹ് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരക്കണക്കിന് മലായികത്തുകൾ ഇറങ്ങിയിട്ട് ബദരീങ്ങളെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് കടലിനകത്ത് അകപ്പെട്ടപ്പോ ബദരീങ്ങളെ നിങ്ങളല്ലാതെ ആരാളെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് നന്ദികേടോടെ ഇവരൊക്കെ ഹജ്ജിന് കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ നാട്ടിൽ നിന്ന് കുറെ സാധുക്കൾ പോകുന്നുണ്ട്. അള്ളാഹുവേ, നല്ല രൂപത്തിൽ മഖബൂലും മബ്റൂറുമായി കേടുപാടുകളില്ലാതെ അത് ശരിയായി നിർവഹിച്ചു വരാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാർക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. ഈ ആദി മനുഷ്യന്മാർ കൊണ്ടുപോണ ഹജ്ജിന്റെ കോലം എന്തായിരിക്കും? ഞാനിപ്പോ ഇപ്പോഴും ഒരാഴ്ച കൊണ്ട് വന്നതുകൊണ്ട് പറയണേ, ഈ ആദ്യം മനുഷ്യന്മാർ അവിടെ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവര് ഹജ്ജിന് കൊണ്ടുപോയാലും ഉംറക്ക് കൊണ്ടുപോയാലും, നിസ്കാരത്തിന്റെ 1,00,000 റക്അത്ത് കിട്ടുന്ന നിസ്കാരത്തിന്റെ സമയത്ത് പിടിച്ച് ആളുകളെ റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ വഹാബികളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ കാത്തിരുന്നോളൂ, സമസ്തക്ക് അധികാരം കിട്ടുന്ന രംഗം വരെ കാത്തിങ്ങനെ ഇരുന്നോളിയും. ലക്ഷക്കണക്കിന് രൂപ റക്അത്തിന്റെ പ്രതിഫലമാണ് പോകുന്നത്. എന്നിട്ട് റൂമിൽ കൊണ്ടുപോയി ഇരുന്നിട്ട് മജ്ലിസുന്നൂർ, വാതിലടച്ചിട്ട് മജ്ലിസുന്നൂർ, മഹ്ദറത്തുൽ ബദരിയ, ഓരോ സ്ഥലത്ത് കയറുക, അവിടെ വെച്ചിട്ട് ഇലാ ഹദറത്തി പറയുക. ഉസ്താദ്മാർക്ക് ഓരോരുത്തർ ഓരോ റിയാല് 2 റിയാല് കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്ക്, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകളുണ്ട്, കുറച്ചല്ല ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംബാലൻ നാസി ബിൽ ബാത്തിൽ, അവർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും. ജനങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ അന്യായമായി തിന്നുകൊണ്ടിരിക്കും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. പൈസ പോകണി പോട്ടെന്ന് വിചാരിച്ചാൽ മതി. സകല മനുഷ്യരുടെയും ഈമാൻ കൊള്ളയടിച്ചവർ മാറ്റിവിടും. എന്റെ പ്രിയപ്പെട്ടവരെ, ബന്ദിയോടങ്ങാടിയിലെ പ്രിയപ്പെട്ടവർ, ഈ 5 മിനിറ്റ് ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ യൗമ തുഖല്ലബു വജൂഹും ഫിന്നാർ, നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന ഒരു രംഗം വരാനുണ്ട്. അവര് പറയുന്നുണ്ട്, ഞങ്ങൾ അള്ളാനെ അനുസരിച്ചാ മതിയായിരുന്നു, റസൂലിനെ അനുസരിച്ചാ മതിയായിരുന്നു, ഞങ്ങൾ ചെയ്തില്ല. പിന്നെന്താ ഞങ്ങൾ ചെയ്തത്? ഞങ്ങളുടെ നേതാക്കന്മാര്, സാദാത്യങ്ങളെ, കുബറാക്കന്മാര്, സയ്യിദന്മാർ ഇങ്ങനെ പലതും പറഞ്ഞു. അവരുടെ വേഷഭൂഷാദികളും കാട്ടിക്കൂട്ടലുകളും ഒക്കെ കണ്ടപ്പോ ഇതാണ് ദീനെന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. ഫാദല്ലൂന സബീല, ഞങ്ങളെ അവർ വഴിപിഴപ്പിച്ചു, ഞങ്ങളെ അവർ വഴിപിഴപ്പിച്ചു. ഇനി എന്താ ചെയ്യുക റബ്ബേ? റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, റബ്ബേ ഞങ്ങളുടെ സാദാത്യങ്ങൾക്ക്, ഞങ്ങളുടെ കുബറാക്കന്മാർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽ അൻഹും ലഅനൻ കബീറാ, ഏറ്റവും വലിയ ശാപം അവർക്ക് കൊടുക്കണം. അല്ലാഹ് നേരെ തിരിച്ചടിക്കും. എല്ലാ സമ്മാനം കൊടുത്തിരുന്ന, ഷർട്ട് കൊടുത്തിരുന്ന, സ്പ്രേ കൊടുത്ത്, അത്തർ കൊടുത്ത്, മധുരപലഹാരങ്ങൾ കൊടുത്ത്, വാരിപ്പുണന്ന് കാറിന് കാറ്, വീടിന് വീട്, മക്കളുടെ പഠനം ചെലവ് എല്ലാം കൊടുത്ത്, സ്വന്തം വീട്ടിൽ ഇറച്ചിയില്ലെങ്കിലും ഉസ്താദിന് അത് കൊടുക്കാൻ താല്പര്യം കാണിച്ചിരുന്ന മനുഷ്യർ എതിരായിട്ട് പറയും, ഇവർക്ക് ഇരട്ടി ശിക്ഷകൾ കൊടുക്കണമെന്ന് അന്ന് പരലോകത്ത് വിലപിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ദീനിന്റെ കാര്യത്തിൽ വന്നാൽ അല്ലാഹുവിലേക്ക്, റസൂലിലേക്ക് മടക്കുക. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം മുറുകെ പിടിക്കുക. 2 കാര്യങ്ങൾ ഇതാ വിട്ടേച്ചു പോവാണ്. അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോകൂല. ആരാ? ഭൂരിഭാഗമല്ല. ഉസ്താദ് എന്ത് പറയുന്നു എന്നല്ല, ശൈഖുന എന്ത് ഓതുന്നു എന്നല്ല, കിതാബല്ലാഹ്, ആ പറയുന്ന കാര്യം അള്ളാന്റെ കിതാബിൽ യോജിക്കുന്നുണ്ടോ? വസുന്നത റസൂലിഹി, ആ പറയുന്ന കാര്യം റസൂലിന്റെ സുന്നത്തിലുള്ളതാണോ?
എങ്കിൽ അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴക്കൂല. ഈ നിലക്കുള്ള പോക്ക് പോയാൽ നിങ്ങൾ പിഴക്കും എന്ന് മാത്രല്ല, ഇവർ ജനങ്ങളുടെ മുമ്പിൽ ഈ കള്ളക്കഥകൾ, കറാമത്തുകൾ, കഥകളെല്ലാം പറഞ്ഞ് അവസാനം കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നിപ്പോയി ഇത്രയൊക്കെ പവറുണ്ട് CM മടവൂരിനെങ്കിൽ മൂപ്പര് പടച്ചോൻ തന്നെ ആവൂട്ടോ. അത്രക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാം CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാം ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM വലിയ പറഞ്ഞതാ. അത് ഇന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. ആ രൂപത്തിൽ ഉയർന്ന് വഫാത്തിന്റെ തൊട്ടമുൻപ് അവിടുന്ന് ചെല്ലിയതും പറഞ്ഞതും ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവിടെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഇന്നും മടവൂരിലുള്ള റഷീദ് എങ്ങോട്ടും കിടക്കണ്ട, അതന്നെ മതിയില്ലേ. പടച്ചോനാണോന്ന് തോന്നിപ്പോയിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ കാരണം? 2 കബറ് ചൂണ്ടിക്കാണിച്ച് ഇത് അബ്ദുല്ലാഹിൽ ഖൈറിന്റെയാണ്, ഇത് സൈനബന്റെ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ടപ്പത്തിന് മൂപ്പർക്ക് തോന്നി CM മടവൂര് പടച്ചോനാണോ എന്നൊക്കെ തോന്നിപ്പോയി. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ നേതാക്കന്മാര് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കബറുകളെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ മക്കാമുകളിലും കിടക്കുന്ന മനുഷ്യന്മാരുടെ ഊരും പേരും അറിയാത്ത നമ്മുടെ ഈ പരിസരങ്ങളിൽ തന്നെ ആരുടേതാണെന്ന് പോലും അറിയില്ല. ജനങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പൈസ ഇടുന്നു, ചാറം മൂടുന്നു, മുത്തുന്നു, തവാഫ് ചെയ്യുന്നു. ആരാ കബറിലെന്ന് പലയിടത്തും അറിയില്ല. മുസ്ലിമാണോ എന്നറിയില്ല. നമ്മുടെ പരിസരത്ത് കാഞ്ഞങ്ങാടാണല്ലോ മുട്ടുന്തല ഔലിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് അവരാഘോഷിക്കുന്നു. ആരാ? ഒരു കാൽമുട്ട്, ഒരു തല, 2 അവയവം കിട്ടിയിട്ടാണ് മക്ബറ ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടുന്തല ഔലിയ റളിയല്ലാഹു അൻഹു എന്ന പേരിട്ടിരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് കയറി ചെന്നാൽ, വെളിയങ്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരാ ഉള്ളത്? ഉരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. വെളിയങ്കോട്ട് ഉമർ ഖാദി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരും അറിയാത്ത ആളാണ്. പിന്നെ എന്ത് കറാമത്താണ്? ഊരും പേരും അറിയാത്തയാളാണ് ആ കബറിനകത്ത്. പിന്നെ വെളിയങ്കോട് ഉമർഖാദിക്ക് ജീവിച്ച നാടല്ലേ, അതുകൊണ്ട് പോലീസുണ്ട്. അബൂജഹൽ എവിടെ ജീവിച്ചത്? ഉത്ബത്ത് എവിടെ ജീവിച്ചത്? ഓലൊക്കെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടോ? ഇല്ല. ഇനി ഇത് മാത്രാണോ? മുസ്ലിം ആകണമെന്ന് പോലുമില്ല. കൊല്ലം ജില്ലയിൽ അടുത്ത കാലത്ത് പോയപ്പോ ഓച്ചിറയിൽ ഒരു മനുഷ്യന്റെ മക്ബറയുണ്ടാക്കി വെച്ചിരിക്കുന്നു. ആരാ? കുപ്പസ്വാമി. ഓച്ചിറയിലെ ഔലിയന്റെ പേര് ദാമോദരൻ എന്ന മനുഷ്യൻ. അവിടുത്തെ കുപ്പത്തൊട്ടിയിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ നക്കിക്കഴിച്ചിരുന്ന ഒരു മാനസിക രോഗം ബാധിച്ച ദാമോദരൻ, അയാൾ മരിച്ചപ്പോ ഇന്നും ജീവിച്ചിരിപ്പുള്ള ശൈഖിന ഉദ്ഘാടനം ചെയ്തു. ജാറം ഉദ്ഘാടനം, പേര് മാറ്റിയിട്ടു ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്തേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളുകളെ കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. മരിച്ചാല് നല്ല വരുമാനം, ഒരു പൈസ ചെലവില്ലാതെ ലാഭം ഉണ്ടാക്കി. എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ അധ്വാനിച്ച് ജീവിച്ചുകൂടെ? ഈ മനുഷ്യരെ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് എന്തുമേ നോക്കേ, മുടിമ്മ വരെ. ഏത് മുടി? നബിന്റെ പേര് പറഞ്ഞുള്ള മുടി കൊടുന്നിട്ട് 25,000 രൂപക്ക് ഇവിടെ കച്ചവടം ചെയ്തു. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമുദായം എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്നത് കോടികൾക്ക് വിൽക്കുമായിരുന്നു. ആരാ? ബോംബെയിൽ നിന്ന് കിട്ടിയ മുടി. ഇസ്ലാമിന്റെ ഷിആറുകളെ വിറ്റ് പൈസ ഉണ്ടാക്കുക.
അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തന്നെ പിന്നെ എല്ലാം മൂപ്പർക്ക് കിട്ടുള്ളൂ. പൊടി കിട്ടി, പൊടി. നബിന്റെ കാലത്തുള്ള പൊടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വന്നു. ചെരുപ്പിന്റെ പാട് കിട്ടിയിരിക്കുന്ന അതുകൊണ്ട് വന്നിരിക്കുക. ഇനി ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നു, കച്ചവടം ചെയ്യുന്നു. സ്വലാത്ത് എല്ലാവരും ഇരുന്ന് സ്വലാത്ത് ചൊല്ലിയ ആർക്കും ലാഭമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വലാത്ത് ഹൽക്കുണ്ടാകണം, സ്വലാത്ത് പെട്ടി വേണം, സ്വലാത്ത് വാർഷികം വേണം, സ്വലാത്ത് പാർസലാക്കണം. ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി മജ്ലിസുൻ നൂറ്, മഹദറത്തുൽ ബദരിയ, ക്യാൻസർ മാറ്റും, എല്ലാം മാറ്റും എന്നൊക്കെ പറയും. എന്തെങ്കിലും അസുഖം വന്നാൽ എത്ര ഹോസ്പിറ്റലിലേക്ക് ആദ്യം ഓടും. അത്ര ചുരുക്കി പറയുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ ഖബറുകളുടെ മക്ബറകളുടെ പോരിശ പറഞ്ഞ് അവിടേക്ക് ചെന്നുപോയെന്ന് മാത്രല്ല, ഖബറുകൾ ഉത്സവ പറമ്പാക്കി. ഉത്സവം. ഖബറൊക്കെ കണ്ട നമുക്കൊരു പേടിയും പരലോക ചിന്തല്ല ഉണ്ടാവേണ്ടത്. എന്നാ നിങ്ങളൊന്ന് കാണുക, ഞങ്ങളുടെ ചാവക്കാട് മണത്തലയിലെ നേർച്ച ഒന്ന് കാണുക, ഒരു ഖബറുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവം ഒന്ന് കേൾക്കുക. കണ്ടാൽ മതി, കേൾക്കാതിരിക്കാൻ നല്ലത്. തുള്ളിച്ചാടാനും കുടിച്ചു മോന്താനും ആർമാദിക്കാനും ആണും പെണ്ണും കൂടിക്കലരാനും എല്ലാ തോന്നിവാസങ്ങൾക്ക് ഉദ്ഘാടനം കുറിക്കാനും നാട്ടിലെ പുതിയ പുതിയ ചെറുപ്പക്കാരെ യുവാക്കളെ ലഹരിയിലേക്ക് തിരികെ കയറ്റാനും ഈ വാണിഭം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലും ഇതിന് സാധ്യതകൾ ഏറെയാണ്. ഈ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. യഹൂദി നസാറാക്കളെ ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി. അംബിയാക്കന്മാരുടെ ഖബറുകൾ ആരാധിക്കുന്നവർക്ക് ശാപമുണ്ടെങ്കിൽ ഇതാരാ പ്രിയപ്പെട്ടവരെ? അംബിയാക്കന്മാരാണ്, ഔലിയാക്കന്മാരാണോ? ഇനി മാത്രല്ല, മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വസിയത്ത് അതെങ്കിലും ഒന്ന് മുഅ്മിനേ നമുക്ക് പാലിച്ചൂടെ? മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് നേതാവ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. എന്റെ ഖബറിനെ ഈദാക്കി മാറ്റല്ലേ, എന്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കി മാറ്റല്ലേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൈ യുഅബദ്. ആരാധിക്കുന്ന വിഗ്രഹമാക്കി എന്റെ ഖബറിനെ മാറ്റല്ലേ. ഏതോ ആളുടെ ഖബർ കാണുന്നു, മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ അവിടെ ഉത്സവങ്ങളാക്കി മാറ്റുന്നു. എന്തിനാ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത് എന്തിനാ? സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകമോർക്കാൻ, മരണമോർക്കാൻ, പരലോകം ചിന്തിച്ച് ജീവിതം നന്നാക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ട് കരഞ്ഞുപോയി. നബി തങ്ങൾ ബഖീഉൽ ഗർഖദിലേക്ക് കയറി ഖബർസ്ഥാനിലേക്ക് മറവ് ചെയ്യുന്ന ജനാസയുടെ ഇറക്കി വെക്കുന്ന സമയത്ത് കരഞ്ഞിട്ട് ഹത്താ ബല്ല സറാ, മണ്ണ് പോലും നനഞ്ഞു കുതിർന്നു. ഇവിടെ ഖബർ സന്ദർശനത്തിൽ കരയുന്നുണ്ടോ? പരലോകം ഓർമ്മ വരുന്നുണ്ടോ? മരണം ഓർമ്മിക്കാൻ ഇവിടെ പറ്റുന്നുണ്ടോ? ഇതൊക്കെ മുജാഹിദിന്റെ കുഴപ്പമാണ്. ഇതൊക്കെ മുജാഹിദീങ്ങൾ പുത്തൻവാദി ആയതുകൊണ്ട് ഉണ്ടായതാ. ഇസ്ലാമുമായി ഇവക്ക് എന്ത് ബന്ധമുണ്ട്? അതുപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട നേർച്ചകൾ ചിലയിടത്ത് പൂക്കളാണ്. അജ്മീറില് ചില പൊന്നാനിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എണ്ണയാണ്, ചിലയിടത്ത് തേങ്ങ ഉടക്കലാണ്, ചിലയിടത്ത് ചന്ദനത്തിരിയാണ്, ചിലയിടത്ത് വസ്ത്രങ്ങളാണ്. എന്തൊക്കെ നേർച്ചകളാ! ഒരു നേർച്ച നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അടുത്തത് സൗണ്ട്
ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൂല. പക്ഷേ ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. എവിടെ? മരിച്ചടുത്ത്. മരിച്ച ഖബറിന് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കും. ഒരു കിഡ്നി രോഗിയെ സഹായിക്കാൻ, ഒരു ക്യാൻസർ രോഗിയെ സഹായിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ മക്കാമുകളിൽ, ഉറൂസുകളിൽ കൊണ്ടുപോയി എന്തു പൊന്നു കൊടുക്കാനും സന്നദ്ധരാകുന്ന ഈ സാധു മനുഷ്യരുടെ മനസ്സിനെ ചൂഷണം ചെയ്യുന്ന, ജനങ്ങളുടെ ആശയെയും കീശയെയും പോക്കറ്റടിക്കുന്ന ഈ പുരോഹിത വർഗത്തെ തിരിച്ചറിയണമെന്നു മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉറപ്പെടുത്താനുള്ളത്. എന്നു മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലുടനീളം നടക്കുന്ന ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും നേർച്ചകളും എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്ക്. കോഴിക്കോട് ജില്ലയിൽ അപ്പവാണിഭ നേർച്ച ഞാൻ കാണിക്കുന്നില്ല. ഓരോ കേടുപാട് സംഭവിച്ച അവയവങ്ങളുടെ രൂപത്തിൽ അപ്പമുണ്ടാക്കിയിട്ട് കൊണ്ടുവരികയാണ് ഖബർസ്ഥാനിലേക്ക്. കാലിന് പരിക്കുള്ളവൻ കാലപ്പുണ്ടാക്കണം, കയ്യിന് പരിക്കുള്ളവൻ കയ്യപ്പുണ്ടാക്കണം, കണ്ണിന് പരിക്കുള്ളവൻ കണ്ണപ്പുണ്ടാക്കണം. എന്നിട്ട് എവിടെ കൊടുക്കണം? ഖബറിങ്ങ കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞ പള്ളി ദർസിലെ കിതാബെങ്കിലും പഠിക്ക്, 10 കിതാബ് വായിക്ക്. ഇമാം ഷാഫി തങ്ങളുടെ കിതാബുൽ ഉമ്മ പഠിക്ക്, ഇമാം നവവിയുടെ ഷറഫുൽ മുഹദ്ദബ് പഠിക്ക്. ഖബറുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദ അതെങ്കിലും ഒന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമുക്ക് പാലിച്ചൂടെ? എന്നിട്ട് ഉത്സവങ്ങളും ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാക്കുക. അവിടേക്ക് പ്രഭാഷകന്മാര് വരിക. ആരാ ഉദ്ഘാടനം ചെയ്യുന്ന? തങ്ങന്മാര് വന്ന് രാവിലെ പതാക ഉയർത്തി ഗംഭീരമായ മൗലൂദ് പരിപാടിയൊക്കെ നടത്തി പിരിച്ചുവിടും. വൈകുന്നേരത്ത് ആന വരും, അമ്പാരി ഉണ്ടാകും, ഡാൻസ് ഉണ്ടാകും, അല്ലേ, വാസിലാബാൻ ഉണ്ടാകും, വേറെ വലിയ നേതാക്കന്മാരൊക്കെ ഞാനൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരണിട്ടോ എന്നൊക്കെ വിളിച്ച് ഖബർസ്ഥാനിന്റെ ഉത്സവ പറമ്പിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തും. എന്നിട്ട് അവിടെ നടക്കുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ നിഷേധിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു ക്ലിപ്പ് കാണിക്കാം. നിങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തൊരു പരിസരത്ത് നടന്നൊരു പള്ളിയിൽ ഇത്തരത്തിലൊരു മഖാം ഉത്സവത്തിന്റെ പ്രഭാഷകരിൽ ഒരാളായി വന്ന ഓളിയത്ത്, നമ്മുടെ തൊട്ടടുത്ത ഓളയം ഉറൂസിൽ വെച്ചുകൊണ്ട് ഈ 2025 തൊട്ടടുത്ത ദിവസത്തിൽ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മഖാമിൽ വന്ന് സംസാരിച്ചത് എന്താന്ന് ശ്രദ്ധിച്ചു നോക്ക്. മാഷാ അല്ലാഹ്. അടുത്ത പ്രാവശ്യം വള്ളത്തിൽ പോണം. നമുക്ക് വള്ളത്തിൽ ഇരുന്നുണ്ടൊരു ദുആ ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു യാ ഹംസാക്ക് നീ ആഫിയത്ത്, ആരോഗ്യ, സലാമത്ത് കൊടുക്കണേ. പോലീസുകാരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹുവേ. വള്ളത്തെ രക്ഷിക്കണേ പടച്ചവൻ. കച്ചവടത്തിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ആ പള്ളിയുടെ മുകളിലത്തെ ടോപ്പിലേക്ക് ആവശ്യമായ ആ പൂഴി മൊത്തം വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. കിട്ടും. നാസർ തരക്കടില്ല, നല്ല പ്രാർത്ഥനയാണ്. പോലീസിന്റെ നിയമം തെറ്റിച്ചിട്ട് വള്ളം ഇറക്കണം. അതിനെന്താ വേണ്ടത്? കുറച്ച് പൈസ കൊണ്ടേ കൊടുത്ത പോലീസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മൂപ്പരെ രക്ഷപ്പെടുത്താം. പോയി ലൈസൻസ് എടുക്കുന്നത് പഠിപ്പിക്കേണ്ട നേതാക്കന്മാര് കുറ്റകൃത്യങ്ങൾ ചെയ്തോളി, നമ്മൾ പ്രാർത്ഥന ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പോലീസിന്റെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വരെ കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് ഹക്ക് പഠിപ്പിക്കേണ്ടുന്ന, ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന, ദീന് കൊടുക്കേണ്ടുന്നവർ പോലും ഈ ഉത്സവങ്ങളിൽ മഖാമുകളിൽ വന്ന് പഠിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനൊക്കെ വേണ്ടിയാണെന്ന് സുഹൃത്തുക്കളെ ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് ശേഷം ലോകത്ത് നടക്കുമെന്ന് പറഞ്ഞു. യുർഫഉൽ ഇൽം, അല്ലേ, ഇൽമ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടും. വിശ്വസ്തന്മാരായ ആളുകൾ വഞ്ചകന്മാരായി മാറും. വിവരമില്ലാത്തവർ സാദാത്യങ്ങളായി നേതാക്കന്മാരായി വരും. അതിൻ്റെയൊക്കെ നേർക്കാഴ്ചകളല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഏതെല്ലാം രൂപത്തിൽ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള രംഗങ്ങൾ. ഇവിടെ എന്താണ് പരിഹാരമുള്ള? ഞാൻ അവസാനിപ്പിക്കുക. എന്താണ് നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്? ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊക്കെ ഒരുമിച്ച് കൂടാറുള്ള വെള്ളിയാഴ്ച നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അറബി ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു, ആരൊക്കെയോ ഉറങ്ങുന്നു, എപ്പോഴോ വരുന്നു, നിസ്കരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. പ്രിയപ്പെട്ടവരെ, കൊല്ലങ്ങൾ 100-200 കൊല്ലം നിങ്ങൾ ആ ഖുത്ബക്ക് പോയി ഇരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹറാം ഒഴിവാക്കാൻ പറ്റുമോ?
ഒരു പ്രാർത്ഥന പഠിക്കുമോ? ഇന്ന് വെള്ളിയാഴ്ച സലഫി പള്ളികളിൽ പോയിരുന്ന ആളോട് ചോദിക്ക്, എന്ത് വിഷയമായിരുന്നു ഖുത്ബ, എന്തായിരുന്നു ഇന്ന് പഠിച്ചത്, ഇന്ന് രണ്ടാമത്തെ ഖുത്ബയിൽ എന്തായിരുന്നു നിനക്ക് കിട്ടിയത്? ഒരു മെസ്സേജ് പറയാനാ ഉറങ്ങാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് സാധ്യമാകും. എന്റെ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ പള്ളികളിൽ, ഈ സമസ്തയുടെ പള്ളികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നബിന്റെ കാലത്തുള്ള ഖുത്ബയൊന്നുമല്ല, മിസ്റിൽ ജീവിച്ചിരുന്ന ഇബ്നു നബാത്തിയ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഖുത്ബയാണ്. അതെങ്കിലും മലയാളത്തിൽ കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾ നന്നാവും. കാരണം ആ ഖുത്ബയിൽ റബീഉൽ അവ്വൽ വന്നാൽ 5 ഖുത്ബ മീലാദുൻ നബിയെ കുറിച്ചല്ല, നബിന്റെ വഫാത്തിനെ കുറിച്ചാണ്. നബിന്റെ വഫാത്തിനെ കുറിച്ചാണ്. നിങ്ങൾ ആ പുസ്തകം മേടിച്ചുകൊണ്ടൊന്ന് വായിച്ചോളി. അറബി അറിയുന്ന ഏതെങ്കിലും അറബി മാഷന്മാരുണ്ടെങ്കിൽ കൊടുത്തിട്ട് വായിക്കും. നബാത്തിന്റെ ഖുത്ബയിലെ റബീഉൽ അവ്വലിലെ ഖുത്ബ നബിദിനത്തെ കുറിച്ചല്ല, നബിന്റെ മരണത്തെ കുറിച്ചാണ്. നമ്മുടെ ബന്ദിയോട് സലഫി മസ്ജിദ് ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ആരൊക്കെ എന്തൊക്കെ പരിഹസിച്ചാലും എന്തൊക്കെ വിമർശനങ്ങൾ തന്നാലും പഠിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയിലെ ഒരു ജുമഅയെങ്കിലും കേട്ട് ശ്രദ്ധിച്ച് ദീന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വന്നുകൊണ്ട് ആ കാര്യം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ പഠന ക്ലാസുകൾ കാസർഗോഡിന്റെ വിവിധ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. ആ പരിസരങ്ങളെ കണ്ടെറിഞ്ഞുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിതാക്കളായി ദീന് പഠിക്കുന്ന മജ്ലിസുകളിലേക്ക് കടന്നു വരിക. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ CRE ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുക. പുതിയ തലമുറയിലെ മക്കളിൽ ഉണ്ടാകുന്ന അശ്ലീലതകൾ, ആഭാസങ്ങൾ, ലഹരി പ്രശ്നങ്ങൾ, അധ്യാപകർക്കെതിരെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥി സമ്മേളനം മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് നമ്മുടെ മക്കളെ തിരുത്താനാണ്. സംഘടനാ പ്രശ്നങ്ങളോ സംഘടനാ കാര്യങ്ങളോ പഠിപ്പിക്കാനല്ല. വിദ്യാസമ്പന്നരായ, അറിവുള്ള, കഴിവുള്ള, ശേഷിയുള്ള നേതാക്കന്മാർ കുറഞ്ഞ മണിക്കൂറുകൾ അവരെ ഇരുത്തി സംസാരിക്കുമ്പോൾ ഈ കുമ്പളയിൽ നിന്നും ഈ പരിസരത്തു നിന്നും ഞങ്ങൾ എന്തിനു പോണം, എത്ര ദൂരമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ ദൂരം നമ്മൾ പറയില്ല, നമ്മൾ പോകും. വിനോദയാത്രക്ക് വേണ്ടി മാസങ്ങൾ നീളുന്ന യാത്ര പോകുന്നു, നമ്മൾ ദൂരം പറയാറില്ല. ഈ ദീന് പഠിച്ച് നമ്മുടെ മക്കൾക്കൊരു പരിഹാരം കൊടുക്കാനുള്ള ആ ധർമ്മസമരത്തിൽ നമ്മുടെ മക്കളും നമ്മളൊക്കെ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, സ്ത്രീകൾക്ക് ദീന് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാവണം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുണ്ട്. മക്കയിലെ പള്ളിയിൽ ലോകത്തിന്റെ 200 രാജ്യക്കാർ വന്ന് നിസ്കരിച്ചു പോകുന്നു. കേരളത്തിലെ കുറച്ചാളുകൾക്ക് മാത്രം ഈ പള്ളി ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. മദീന പള്ളിയിൽ ലോകരാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ നിസ്കരിച്ചു പോകുന്നു. കേരളക്കാർക്ക് അതിന് അവസരമില്ലാതെ പോയല്ലോ എന്ന് വിഷമിക്കുകയല്ലാതെ മാർഗമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജുമ കേൾക്കാൻ, ഖുത്ബ കേൾക്കാൻ, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ഖുർആൻ പഠന ക്ലാസുകളിലേക്ക് വരിക. ഭർത്താക്കന്മാരോടുള്ള നമ്മുടെ പെരുമാറ്റം മാന്യമായ പെരുമാറ്റമാവുക. നമ്മുടെ മക്കളെ സ്നേഹം കൊണ്ട്, സന്തോഷം കൊണ്ട് പൊറുതിമുട്ടിക്കുക. ഭർത്താവിന് വേണ്ടുന്ന ആദരവും പരിഗണനയും കൊടുക്കുക. നല്ല വേഷവിധാനത്തിന്റെ ഉടമകളാവുക. മാന്യമായ സംസാരമാവുക. ഇസ്ലാമിന്റെ ഇസ്സത്ത് പാലിക്കാൻ ശ്രമിക്കുക. നരകത്തിന്റെ വിറകായി മാറുന്നതിൽ നിന്ന് ബേജാറോടെ യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുക. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യയോട് ചുമതലയുണ്ട്, മക്കളോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ദീനിനോട് നമുക്ക് ബാധ്യതയുണ്ട്, പടച്ചറബിനോട് ബാധ്യതയുണ്ട്. ഒന്നും മറക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് കുടുംബത്തിന്റെ നായകനായി, ഭാര്യയോട് സ്നേഹത്തിന്റെ വാക്കുകളുമായി, മക്കളോട് നല്ല രൂപത്തിലുള്ള പെരുമാറ്റം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വക്താക്കളായി മാറാൻ നമുക്ക് കഴിയണം. ഒരു നാൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് അവസാനത്തെ ഒരു യാത്ര 6 അടി മണ്ണിലേക്ക്, ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കട്ടിലിൽ ചുമന്ന് നമ്മളെ കൊണ്ടുപോയി ഇറക്കി വെച്ചാൽ നാട്ടുകാർ പോരും, ഉസ്താദുമാര് തിരിച്ചു പോരും, ഭാര്യ ഭർത്താക്കന്മാർ, കുടുംബങ്ങൾക്ക് പിന്നെ വിലയില്ല. അമ്മോശൻ, അമ്മായിമ്മ, എളാപ്പ, മൂത്താപ്പമാരുമില്ല. കുടുംബക്കാരും മടങ്ങിപ്പോരും, പരിചയക്കാർ, ശിഷ്യന്മാര്, മക്കൾ മടങ്ങിപ്പോരും. അമല് മാത്രം ബാക്കിയാകും. അള്ളാന്റെ ദീനനുസരിച്ചുള്ള അമല് വേണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീനാവണം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഏതോ കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ, ആരൊക്കെയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളത് ചെയ്യാതെ ദീന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ദാസന്മാരായി മാറാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് വന്ന് വിലപിക്കുന്ന
ഒട്ടനേകം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയെല്ലാം പറയുന്ന വാക്കാണ് യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. ഈ മോശപ്പെട്ട ചങ്ങാതിമാരെ ഞാൻ സ്വീകരിക്കാതിരുന്നുവെങ്കിൽ, റസൂലിന്റെ മാർഗം ഞാൻ സ്വീകരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ഈ പരിസരത്തുള്ള കച്ചവടക്കാരെ, നമ്മുടെ കച്ചവടം ഹലാലാക്കുക. സിഗരറ്റ് വിൽക്കുന്ന കച്ചവടക്കാരനാണോ നീ? നീ ഈ നാട്ടിൽ ക്യാൻസർ പരത്തുന്ന വ്യക്തിയാണ്, എഴുതി വെച്ചോ. നീ ലഹരിക്ക് വ്യാപാരം കൊടുക്കുന്ന വ്യക്തി തന്നെയാണ്. സിഗരറ്റ് വിൽക്കുന്ന പണം നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന പണമല്ല, ഹലാലായി മാറൂല. കച്ചവട രംഗത്ത് നമ്മൾ കൃത്യമായ ചിട്ടയുണ്ടാവണം. വിവാഹ രംഗത്തുള്ള സകല ആഭാസങ്ങൾക്കും നമ്മൾ എതിരാവണം. സമൂഹത്തിൽ നടക്കുന്ന ജീർണതകൾക്കെതിരെ സംസാരിക്കുന്നവരായി മാറണം. മാന്യമായ പെരുമാറ്റമുള്ളവരായി മാറണം. സ്വർഗത്തിലെത്താനുള്ള മാനദണ്ഡം തഖ്വല്ലാ, അല്ലാഹുവിലുള്ള നല്ല തഖ്വയാണ്. വഹ്സുനുൽ ഖുലുഖി, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവണം. ആ രൂപത്തിൽ എല്ലാ രംഗത്തും മാതാപിതാക്കളെ പ്രത്യേകം പരിഗണിച്ച് വാർദ്ധക്യത്തിലും സ്നേഹത്തിന്റെ കൈലാളനങ്ങൾ കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം നെഞ്ചോട് ചേർത്ത് അയൽവാസികളോടും മറ്റു മതസ്ഥരോടുമൊക്കെയുള്ള കടമകൾ, ബാധ്യതകൾ വിസ്മരിക്കാതെ സ്നേഹത്തോടെ നന്മയിൽ സഹകരിച്ച് പുണ്യങ്ങളിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സ് മുഴുവൻ ഇത്ര നേരം സാഗൂതം സമാധാനപൂർവ്വം ശ്രദ്ധിച്ചു കേട്ടിരുന്ന എല്ലാ നല്ല മനുഷ്യർ നമ്മളെല്ലാവർക്കും അല്ലാഹു ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്ക് പഠിച്ച് മനസ്സിലാക്കി ആരൊക്കെ എതിർത്താലും അത് മുറുകെ പിടിക്കാനുള്ള ഈമാനികമായ കരുത്ത് റബ്ബ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.